ഇന്ത്യയെ ഒഴിവാക്കി പാകിസ്ഥാനുമായി ചൈന നയിക്കുന്ന ഗ്രൂപ്പിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചു ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവായ തൗഹിദ് ആണ് ഇക്കാര്യങ്ങൾ പ്രധാന പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു നാളുകളായി തന്നെ പാകിസ്ഥാനുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ബംഗ്ലാദേശ് പല വഴികളും തിരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ പണി ഇന്ത്യക്ക് നൽകാമെന്ന് വ്യാമോഹിക്കുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നാൽ മറുപണി ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ എന്ന ത്രിരാഷ്ട്ര സഹകരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പ്രാദേശികേതര രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധർ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ട് രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിന്റെ പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം തന്നെ വ്യാപാരം, പ്രതിരോധം, നയതന്ത്രം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധത്തിൽ വേഗത്തിലും അതുപോലെ തന്നെ ദൃശ്യമാവുകയും ചെയ്തിരുന്നു. ഒരു ഊഷ്മളത അതിനുണ്ടാവുകയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 1971 വിമോചന യുദ്ധത്തിൽ നിന്ന് ഉടലെടുത്ത പതിറ്റാണ്ടുകളുടെ ഉഭയകക്ഷി സമ്മർദ്ദത്തിന് ശേഷം മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിന്റെ കീഴിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ത്വരിതഗതിയിലാവുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് ഉപദേഷ്ടാവായ തൗഹിദ് ആകട്ടെ ഇക്കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദർ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഇതിൽ എന്തെങ്കിലും പുരോഗതി കാണാൻ കഴിഞ്ഞേക്കുമെന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ മാത്രം താൻ ഈ വിവരങ്ങൾ അറിയിച്ചതെന്നായിരുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾ ഇതിൽ പറയാൻ ഇല്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും നീങ്ങുകയാണ്. ചൈനയുടെ നേതൃത്വത്തിലുള്ള നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണിപ്പോൾ തന്ത്രപ്രധാനമായ ഒരു പുനർക്രമീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തുവരുന്നത്. ജൂണിൽ ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചൈനയിലെ കുൻമിങ്ങിൽ ഔദ്യോഗിക തലത്തിൽ അവരുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര യോഗം നടത്തിയിരുന്നു. ഏതാണ്ട് അതേസമയം തന്നെ ഇന്ത്യ ഒരു പ്രമുഖ അംഗമായ സർക്കാരിന് പകരമായി തന്നെ ഒരു പുതിയ പ്രാദേശിക കൂട്ടായ്മ സൃഷ്ടിക്കാൻ പാകിസ്ഥാനും ചൈനയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2016 ഉറിയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണത്തിന് ശേഷം തന്നെ സാർക്ക് മിക്കവാറും തന്നെ നിശ്ചലമാവുകയാണ് ഉണ്ടായത്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ തന്നെ ഒന്നിലധികവും രാജ്യവുമായി തന്നെ ഒരു സമർത്ഥമായ ജാലവിദ്യക്കാരെ പോലെ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് സന്തുലിത ബന്ധമുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ധക്ക സർവകലാശാലയിലെ ഒരു വിദഗ്ധൻ 2023 ഇന്ത്യ ടുഡേ ഡിജിറ്റലിനോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ആ സന്തുലിതാവസ്ഥ എങ്ങനെയാണോ നഷ്ടമായി തോന്നുന്നു എന്നതായിരുന്നു. ധക്കയാകട്ടെ ഇസ്ലാമാബാദിലേക്കും അതുപോലെ തന്നെ ബീജിംഗിലേക്കുമൊക്കെ ആകർഷിക്കപ്പെടുകയാണ്. ഇസ്ലാമാബാദും ബീജിംഗും തമ്മിലുള്ള പ്രാദേശിക കൂട്ടായ്മയെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിച്ച തലത്തിലായിരുന്നു പാകിസ്ഥാൻ ദിനപത്രമായ ദ എക്സ്പ്രസ് ട്രിബ്യൂണൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതും. ഇതിനിടയിലാണ് ഈ 3 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.